നിങ്ങളുടെ സ്വന്തം ഹാജൂസ്. നമ്മളെ ഷാജിനെ പറ്റി എല്ലാവർക്കും അറിയും. 5 എത്തിയുമായ ഒരു കുട്ടികളുടെ ഉമ്മ. അവിടെ നിരന്തരം ശല്യപ്പെടുത്തിയിട്ട് വെറുതെ ഓരോ വാഗ്ദാനങ്ങൾ കൊടുത്ത് ഗൾഫിൽ വീട്ടിനും വേണ്ടിയിട്ട് പൈസ പിരിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ആ ഒരു പാവ പെൺകുട്ടിയെ ചൂഷണം ചെയ്തിട്ട് ഈ മനുഷ്യന്മാരൊക്കെ മനുഷ്യന്മാരാണ്. ഇവർക്കൊന്നും നാണല്ലേ? ഈ മക്കളെ പോറ്റാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവർ ഒരു അച്ചടക്കത്തിലൊക്കെയാണ് ആ പെൺകുട്ടി എല്ലാ വീഡിയോസും ഇടുന്നത്. പാവം, അവൾ രക്ഷപ്പെടട്ടെ ആ മക്കളെ കൊണ്ട്. ഞാൻ ആദ്യമൊക്കെ വീഡിയോ ഇട്ടിരുന്ന സമയത്തൊന്നും എനിക്ക് ഈ ഷോർട്ടൊക്കെ ഇടുന്ന സമയത്ത് പാട്ടൊന്നും അങ്ങനെ വല്ലാതെ എഡിറ്റ് ചെയ്യാനൊക്കെ അറിയില്ലായിരുന്നു. ഞാൻ തന്നെ ഇരുന്ന് സ്വന്തമായിട്ട് പാട്ടൊക്കെ എഡിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ എന്തോ ഒരു ഭക്ഷണം ഉണ്ടാക്കണതിൽ ഒരു ഹിന്ദി പാട്ട് കൊടുത്തു ഞാൻ. അന്ന് പിന്നെ ഒരു 4 മണിക്ക് ആ വീഡിയോ ഇട്ട് ഒരു 6 മണിയായപ്പോഴത്തേനുണ്ട് ഇങ്ങനെ വ്യൂസ് ഇങ്ങനെ കൂടി കൂടി വരുന്നത്. അവിടെ നിന്ന് രാത്രി 10 മണിയായപ്പോഴുണ്ട് ഫോണിലേക്ക് ഒരു അറിയാത്തൊരു നമ്പർ വിളിക്കുകയാണ്. ഫോൺ എടുത്തപ്പാട് അയാളെ സംസാരം ഒരു വൃത്തിയായിട്ടൊരു വർത്താനം പറഞ്ഞപ്പോൾ ഒരു ജാതിയായി വേഗം ഫോൺ കട്ട് ചെയ്തു. അവിടുന്ന് പിന്നെ എനിക്കൊരു പേടി, എന്താ ഇയാൾ ഇങ്ങനെ വിളിക്കാൻ കാരണം, നമ്മളെ ഫോൺ നമ്പറൊക്കെ ഇപ്പോൾ ഇവർക്കൊക്കെ ഇങ്ങനെ കിട്ടി. അങ്ങനെ ഞാൻ ഇട്ട വീഡിയോ ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ ആ പാട്ടൊന്ന് സെർച്ച് ചെയ്തപ്പോൾ ആ പാട്ടൊരു കൊണയില്ലാത്തൊരു പാട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പം ഞാൻ വേഗം ആ പാട്ട് ആ ഷോർട്ട് തന്നെ ഡിലീറ്റ് ചെയ്ത്. പിറ്റേന്ന് ഇയാൾ നമ്പർ വിളിക്കുക. അങ്ങനെ ഞാൻ ഇവിടുത്തെ എക്കാനോട് വിവരം പറഞ്ഞ് പിന്നെ ഒരു 6 മണിയായപ്പോൾ അയാൾ വിളിക്കുക. അങ്ങനെ ഇക്ക ഫോൺ എടുത്ത് ഒരുപാടാണ് ചീത്ത പറഞ്ഞു. പിന്നെ എനിക്ക് പേടിയായി ഫോൺ തൊടാൻ തന്നെ. എൻ്റെ മകനോട് പറഞ്ഞ് അപ്പം മോൻ പറഞ്ഞു ഉമ്മ ശ്രദ്ധിച്ചിടണ്ടേന്ന് പറഞ്ഞ്. അപ്പോൾ ഈ ചെറുപ്പം മക്കൾ പിന്നെ അതിൻ്റെ ശേഷം ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു അനുഭവം. പാവം ഈ ചെറിയ മക്കളാണ് ഇതൊക്കെ അനുഭവിക്കുന്നത്. അതേപോലെ തന്നെ വേറൊരു പെൺകുട്ടി പാവം 5 മക്കൾ അതിനുണ്ട്, 6 ആൾ. ആ സ്ത്രീയും പറഞ്ഞിരുന്നു, അവരുടെ പേരെനിക്കറിയില്ല. പാവം പിന്നെ ഇങ്ങനെ നിരന്തരമായിട്ട് ഫോൺ ചെയ്ത് ഒരു മുസ്ലിയാരാണ്, കുട്ടികൾക്ക് എന്തൊക്കെയോ ഫണ്ട് കൊടുത്തയക്കണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. ഇവരൊക്കെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മളെ കൈക്കലൊന്ന് കിട്ടി നോക്കേണ്ടിയിരുന്നു. ജീവിക്കാനും സമ്മതിക്കൂല, അവരൊട്ട് ജീവിക്കില്ല. എങ്ങനെ ജീവിച്ച് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ പോരെ. പാവ സാജി ഉണ്ടല്ല, ആ മക്കളായിട്ട് എവിടെയെങ്കിലൊക്കെ ഒന്ന് എത്തിക്കാണണം. നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവർ രക്ഷപ്പെടട്ടെ.